സംസ്ഥയുമായുള്ള തർക്കം തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് തിരിച്ചടിയാവാതിരിക്കാൻ ഒരു വിഭാഗം നേതാക്കൾ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. മുസ്ലിം ലീഗ് കുടുംബയോഗങ്ങളിൽ വരും ദിവസങ്ങളിൽ പങ്കെടുക്കുമെന്ന സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സംസ്ഥയിലെ ഏതെങ്കിലും നേതാവ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ നിന്നാൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. സമസ്തയുമായുള്ള തർക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് പ്രതിഫലനമുണ്ടാക്കുമെന്ന ആശങ്ക മുസ്ലിം ലീഗിനുണ്ട്. പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസയെ സമസ്തയിലെ ഒരു വിഭാഗം പിന്തുണയ്ക്കുന്നു. ഇതോടെയാണ് മുസ്ലിം ലീഗിന് വേണ്ടി പ്രചാരണ രംഗത്തിറങ്ങാൻ സമസ്തയിലെ മറുപക്ഷം തീരുമാനിച്ചത്. ഞാനൊരു മുസ്ലിം ലീഗുകാരനാണെന്ന് നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലായാലും കുടുംബ സംഗമത്തിലായാലും മുസ്ലിം ലീഗ് ക്ഷണിക്കുമ്പോൾ പോകുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ രാഷ്ട്രീയം പറയും. ഞാനും അതുപോലെ തന്നെ നമ്മൾ ബന്ധപ്പെട്ട ആളുകളാരും ഒരു വ്യക്തിയും അവരുടെ വ്യക്തി രാഷ്ട്രീയം എവിടെയും പറയാൻ പാടില്ല എന്ന് സമസ്ത പറയാത്തിടത്തോളം കാലം നമുക്ക് പോകുന്നത് കൊണ്ട് ഒരു തടസ്സവുമില്ല. നമ്മളത് പോകും. ഹംസ എത്രത്തോളം സമസ്തയുടെ പ്രവർത്തകനായിരുന്നോ അതിനേക്കാൾ ഉപരി നേതൃത്വപരമായി സമസ്തയുമായി പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് അബ്ദുസമദ് സമദാനി. ഒരിക്കലും സമസ്തക്ക് സമദാനിയെ മാറ്റി നിർത്താൻ കഴിയില്ല. തിരഞ്ഞെടുപ്പിൽ സമസ്തയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിം ലീഗിനെതിരെ പ്രവർത്തിച്ചാൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് മുന്നറിയിപ്പ്. സമസ്തയുടെ ഒരു സംഘടനാ പിൻബലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ട് മറിക്കാനോ വോട്ട് നിർമ്മിക്കാനോ ഒരു നിലക്കും സംഘടനാ സ്രോതസ് ഉപയോഗപ്പെടുത്തില്ല. വല്ല കാരണത്താൽ എവിടെയെങ്കിലും ചില പ്രവർത്തകർ വഴിവിട്ട മാർഗം സ്വീകരിച്ചാൽ മഹല്ലുകളെ ബാധിക്കും. മഹല്ലുകൾ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. അവർ പ്രകോപിതരാകും. മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ ഒരു പ്രവർത്തകരുടെ ഭാഗത്തും കൊണ്ടും ഉണ്ടാകാൻ പാടില്ല. സമസ്ത ലീഗ് തർക്കം പൊന്നാനി മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിലും UDF വോട്ടുകളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ലീഗ് വിരുദ്ധ പക്ഷത്തിന്റെ അവകാശവാദം. മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.